രാഷ്ട്രീയത്തിലിറങ്ങാൻ കാസ പാർട്ടി രൂപീകരണത്തിന്റെ പഠനങ്ങൾ നടത്തിയതായി കാസ ഭാരവാഹികൾ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താനും മറ്റിടങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനുമാണ് ആലോചന. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത് ടോബി ജോൺസനാണ്. ടോബി, ഗുഡ് ഈവനിങ്. എന്തായാലും രാഷ്ട്രീയ കേരളം എന്ന് നമ്മൾ പറയുന്നത് രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയെന്നാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അതിപ്രസരം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ചെറു പാർട്ടികൾ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ കാസയും ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ സംഘടനാ രീതി, ഏത് തരത്തിലായിരിക്കും അവർ തെരഞ്ഞെടുപ്പിൽ അവരെ പ്രതിനിധാനം ചെയ്യുക? സ്മിത, ഉടൻ ചാടിക്കയറിയ ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് അവർ കടക്കില്ല. പക്ഷെ അതിന് മുന്നോടിയായിട്ട് വലിയ പഠനങ്ങൾ നടക്കുന്നു. വിശദമായിട്ടുള്ള പഠനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 120 മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ ഇതിനോടകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആളുകളെ നിർത്തുന്നതല്ല. അതിനപ്പുറത്തേക്ക് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള യുവതിയുവാക്കളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി അവരുടെ ഒരു കരുത്ത് തെളിയിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഒരു ശക്തമായിട്ടുള്ളൊരു വലതുപക്ഷ പാർട്ടിയായി തന്നെ വരാനാണ്, ദേശീയതയുമായി അല്ലെങ്കിൽ ബി.ജെ.പി. ഉയർത്തുന്ന രാഷ്ട്രീയവുമായി ഒന്നിച്ചു നിന്ന് പോകുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയിലേക്കാണ് ഈ ലക്ഷ്യം എന്നുള്ളൊരു വിവരമാണ് കാസയുടെ ഭാരവാഹികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ക്രൈസ്തവ പാർട്ടി അല്ലെ ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നൊക്കെ പറയുന്നത് സാധാരണ കേരള കോൺഗ്രസുകളെ കുറിച്ചാണ്. അവർ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് കാസയ്ക്കുള്ളത്. അതുകൊണ്ടാണ് മറ്റൊരു പാർട്ടി എന്നുള്ളതിലേക്കും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നുള്ളതിലേക്കും കാസ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ പറയുന്നതും അതുതന്നെയാണ്. കേരള കോൺഗ്രസുകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരു ശക്തിയായി, ഒന്നാമത്തെ പാർട്ടിയായി കടന്നു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനും കേരള കോൺഗ്രസുകൾക്ക് സാധിക്കുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ഗ്യാപ്പിൽ ശക്തമായിട്ടുള്ളൊരു വലത് നിലപാടുള്ള ഒരു പാർട്ടിക്ക് ആവശ്യമുണ്ട്. ബി.ജെ.പിയുടെ പിന്തുണ തേടുന്നുണ്ടെങ്കിൽ പോലും സമാനമായ രീതിയിൽ നിയമസഭയിൽ അടക്കം വരുമ്പോൾ ഇത്തരത്തിലൊരു പാർട്ടി രൂപീകരിച്ച് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. എന്തായാലും ഉടൻ പാർട്ടി ഇല്ലെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് കാസ തീരുമാനിച്ചിരിക്കുന്നത്. സ്മിത.